എല്ലാം അറുത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. ദേശാടനം ആദ്യകാല പ്രവാസികൾക്കെല്ലാം പൊതുവായ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ജീവിത പ്രയാണത്തിന്റെ വഴിത്തിരിവായ കൗമാരപ്രായത്തിൽ വെച്ചായിരുന്നു അവരൊക്കെ പ്രവാസവേഷം കെട്ടാൻ തുടങ്ങിയത്. തൊണ്ടയിലെ ശബ്ദം കുട്ടിത്തരത്തിൽ നിന്ന് പക്വതയിലേക്ക് മാറുന്ന സമയത്ത്, പൊടിമീശയിൽ കരി തേക്കുന്ന സമയത്ത്, സ്വപ്നങ്ങൾ വിൽക്കുന്ന കട അന്വേഷിച്ച് അവർ കടൽ കടന്നു. ചങ്കൂറ്റവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കിയവർക്ക് ആ കട കണ്ടെത്താനായി. തങ്ങളുടെ അധ്വാനവും അറിവും പകരം നൽകി സഞ്ചി നിറയെ അവർ സ്വപ്നങ്ങൾ വാങ്ങി നിറച്ചു. അസാധാരണമായ പ്രവാസാനുഭവങ്ങൾക്ക് ഉടമയാണ് ബാവ ഹാജി. ബാവയുടെ ദേശാടന ചരിത്രത്തിന് 2 ഖണ്ഡങ്ങളുണ്ട്. ബോംബെയിലും ഗൾഫിലുമായി പലതരം തൊഴിലുകൾ, പലതരം വ്യക്തിബന്ധങ്ങൾ. 17ാമത്തെ വയസ്സിൽ ബോംബെയിലെ പിക്കിൾ വാലയുടെ രൂപത്തിൽ കഥയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നു. 1953 ഞാൻ ബോംബെയിലേക്ക് യാത്ര തുടങ്ങിയത്. ബോംബെയിൽ ചെന്ന ഉടനെ ഒരു 10-20 ദിവസം അവങ്ങുങ്ങായി തെണ്ടി നടന്നു. അവസാനം വെട്ടത്ത് പുതിയങ്ങാടിക്കാരൻ്റെ ഒരു ബീഡിക്കടയിലാണ് എത്തപ്പെട്ടത്. അവിടെ എൻ്റെ മൂത്താപ്പാൻ്റെ ഒരു മകൻ ജോലിയുണ്ടായിരുന്നു. ആ ബീഡിക്കടയുടെ ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് ബോട്ടാവാല ബിൽഡിംഗ്, ഇബ്രാഹിം റഹ്മത്തുള്ള റോഡ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലായി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ജോലി വേണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അവിടെ പുതിയങ്ങാടിക്കാരൻ ഒരാൾ അച്ചാർ ഉണ്ടാക്കിയിട്ടും പപ്പടം ഉണ്ടാക്കിയിട്ടും വിറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ അദ്ദേഹം പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ കുറച്ച് അച്ചാറൊക്കെ തരാം, എൻ്റെ കുട്ടി ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പോയി നോക്ക്, ചിലപ്പം രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഈ ബിസിനസ്സുമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയി ചെന്നുപെട്ടു. ഇതേമാതിരി ചെന്നുപെട്ടത് കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ മുക്കാശി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ചെന്നുപെട്ടത്. അവിടെ 2 പോലീസുകാരാണ് തോക്ക്. പിന്നെ ആ ഭയമൊന്നും എനിക്കില്ലാതെ, ഞാൻ ചെറുപ്പമായിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ അവിടെയുള്ള മുക്കാശിക്ക് ഒരു മകനുള്ളൂ, കമ്മീഷണർ. അദ്ദേഹം ഇപ്പം ഒന്നും ജീവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ കാണുന്നുണ്ട് ഗാർഡൻ. പോലീസുകാരൻ ഒട്ടും അങ്ങോട്ട് വിടില്ല, ഗാർഡനിൽ കടത്തൂല. അങ്ങനെ ആ ഭാര്യ വന്നിട്ട് പറഞ്ഞ് വിട്ടാളാണ്. അങ്ങനെ എന്നെ ഗാർഡനിൽ ഇരുത്തി എന്നോടിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ 10-15 ബിൽഡിങ്ങൊക്കെ കയറിയാൽ ഒരു ബോട്ടിൽ വെക്കും, 1.25 റുപ്യാണ്, അതിൽ 4 എനിക്ക് കിട്ടും. ബോട്ടിൽ തിരിച്ചു തരികയാണെങ്കിൽ അതിൻ്റെ പൈസയും കൂടി കിട്ടും. പക്ഷെ അത് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചു. മോൻ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ കേരളത്തിലാണ്. എന്താണ്, എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ കുറച്ചൊക്കെ സംസാരിക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ഇവിടെ കേട്ട് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 ബ്രെഡും എൻ്റെ പീസും ഒരു കാഫിയൊക്കെ കൊടുത്ത് എനിക്ക് തീറ്റി. എനിക്കാണെങ്കിൽ സുഭിക്ഷയായി. എന്നോട് പറഞ്ഞ് ഞങ്ങൾ അച്ചാറ് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുള്ളൂ, മോന് അടുത്ത ആഴ്ച വരുമ്പോൾ പപ്പടം കൊണ്ടുപോവാ, മസാലവാല പപ്പടം, അതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ കുറച്ച് ഈ പപ്പടമൊക്കെ കൊടുത്ത് കാശ് തന്നു. കാശിൻ്റെ കണക്കൊന്നും പറഞ്ഞില്ല. എനിക്ക് തന്നത് അന്ന് ഈ സ്ത്രീ 100 റുപ്യാണ്. ആ 100 റുപ്യ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ജീവിക്കാനുള്ളതും അതിലപ്പുറത്തുണ്ട്. ബാവ ഹാജി ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ബുദ്ധിസാമർഥ്യവും ഉപയോഗിച്ച് വളർത്തിയെടുത്ത വ്യക്തിബന്ധങ്ങൾ സുഹൃത്തുക്കൾക്കെല്ലാം ഉപകാരപ്പെട്ടിരുന്നു. അക്കാലത്ത് ബോംബെയിലെ ഓഫീസുകളിലും കച്ചവടക്കാർക്കിടയിലും വ്യക്തമായ സ്വാധീനം ബാവ ഹാജി നേടിയെടുത്തിരുന്നു. ബോംബെ മെറ്റൽ ബോക്സിൽ എനിക്ക് ഒരാഴ്ചക്കുള്ള ടോക്കൺ കിട്ടി. അങ്ങനെ മെറ്റൽ ബോക്സിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൽ എനിക്ക് കിട്ടി. ഇങ്ങനെ
പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ ജോലി കിട്ടലും 2 ആഴ്ച ജോലി കിട്ടാതെ ഇരുന്ന് ഇതൊക്കെ ഈ കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ ആ വൈഫിൻ്റെ സഹായത്തിലാണ് ഇതിന് ഞാൻ സംഘടിപ്പിച്ചത്. അത് കാരണം ഞാൻ കുറച്ച് പ്രൗഡായി. അതായത് ഇങ്ങനെ തെണ്ടി നടക്കുമ്പോൾ ഷാലിമാർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി പോയി പെട്ടപ്പോൾ അവർ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ കമ്പനി, അവർ തമിഴന്മാരാണ്. അവരെന്നെ ജോലിക്ക് വെച്ചു. അവസാനം എന്നെ ഇൻഷൂർ ചെയ്തു. എനിക്കൊരു റാലി അന്നത്തെ കാലത്ത് സൈക്കിൾ എടുത്ത് തന്നു. ആ സൈക്കിളിൽ ഞാനിങ്ങനെ ഓടും. എൻ്റെ റൂമിൽ വന്നാൽ ഞാൻ റൂമിലൊന്നും താമസിക്കാറില്ല. പിന്നെ ഒരവസരത്തിൽ ചെന്ന് പെട്ടത് വെസ്റ്റ് ഇന്ത്യ വാച്ച് കമ്പനിയിൽ സയ്യദ് എച്ച് ജാവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റാണിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ചെന്ന് പെട്ടത്. അദ്ദേഹത്തിന് എന്തോ കാരണവശാൽ എന്നോട് വളരെയധികം സ്നേഹമായി. അതിൻ്റെ പേരിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി പുളാവ് എന്ന് പറഞ്ഞ ഭക്ഷണമൊക്കെ തന്ന് വിറ്റ് പറഞ്ഞ് ഇപ്പം എന്താ ജോലി ചെയ്യണം. ഞാൻ പറഞ്ഞ് അച്ചാറൊക്കെ ചെയ്ത് അതൊക്കെ വിട്ട് കളഞ്ഞിപ്പോൾ. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാമെന്ന്. ആരെയെന്ന് വെച്ചു, എൻ്റെ ഒരു പരിചയക്കാരുണ്ട്, ഡോക്ടർ മിർസ കുച്ചക്ക് എന്ന് പറഞ്ഞു. അവരിപ്പോൾ ജയ്ഹിന്ദ് ബട്ടർ എന്ന് പറയുന്ന മസ്ഗാം 10ലാണ്. അത് സെയിൽസ്മാനായിട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അല്ല, ഡ്രൈവറുണ്ട്, അതിൻ്റെ കൂടെ സെയിൽസ്മാനായി നീ ഇവിടെയൊക്കെ കറങ്ങിയതല്ല. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ജയ്ഹിന്ദ് ബട്ടർ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കണേ അധികകാലം ചെയ്തുകൂടെ തന്നെ പെട്ടെന്ന് സെയിൽ ടാക്സ് ഇവരെ പിടിച്ചു, ഈ കമ്പനീനെ. അത് കാരണം ഡോക്ടർക്ക് ഷെയിമായി. കാരണം സെയിൽ ടാക്സ് ഇത് പിടിച്ചപ്പോൾ അദ്ദേഹം അതിന് ഒഴിവായതോട് കൂടിയിട്ട് ഞാനും കൂടത്തിൽ ഒഴിവായി. ബാവ ഹാജിയുടെ ദേശാടന ചരിത്രത്തിന്റെ 2ാം ഭാഗം തുടങ്ങുന്നത് ഗൾഫ് യാത്രയോടെയാണ്. പിന്നീടങ്ങോട്ട് വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളാണ് ഹാജിയെ കാത്തിരുന്നത്. ബോംബെയിലെ പോലെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ ബാവ ഹാജിക്ക് കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ പാസ്പോർട്ട് ആർക്കും കൊടുക്കുന്നില്ല. കാരണം ഇന്ത്യ ഗോവ പിടിച്ച കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പുറത്ത് അത്യാവശ്യം എഞ്ചിനീയേഴ്സ് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ പറഞ്ഞയക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരു സർട്ടിഫിക്കറ്റുമില്ല, ഒരു ഇതൊന്നുമില്ല. അങ്ങനെ എനിക്കെന്ത് ചെയ്തു, ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എടുത്തു. പെട്ടെന്ന് കിട്ടി. ഫസ്റ്റ് തന്നെ ഞാൻ പാസ്സായി, പെട്ടെന്ന് കിട്ടി. ആ ലൈസൻസ് വെച്ച് ഉടനെ എനിക്ക് അമിൽദാർ പെട്ടെന്ന് പാസ്പോർട്ട്. അങ്ങനെയാണ് 1962 ഞാൻ ഷിപ്പിന് പോയി ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയും പോർട്ടില്ല, പുറത്താണ് ലോഞ്ചിൽ ഇറങ്ങിയിട്ടാണ്. പിന്നെ ഉംസൈദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോർട്ടുള്ളത്. ആ പോർട്ടിൽ ലോഞ്ചിൽ ഇറങ്ങിയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഖത്തർ നാഷണൽ നാവിഗേഷനിൽ മെസ്സ് ബോയ് ആയിട്ട് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ 1.5 മാസം ആ ജോലിയിൽ തുടർന്നു. ബ്രിട്ടീഷുകാരനായിരുന്നു കാർഗോ സൂപ്രണ്ട്. അദ്ദേഹം എന്നെ കണ്ട് 1.5 മാസത്തിൻ്റെ ശേഷം എന്നോട് ബന്ധപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു വർക്കിംഗ് ഹിയർ എന്ന് ചോദിച്ചു. യെസ്, സോ പ്ലീസ് ഐ നീഡ് യു എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വിൽ കം സാർ എന്ന് പറഞ്ഞ് അങ്ങനെ ഷിപ്പിംഗ് മാനേജർ മേനോനെ കണ്ട് അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങിച്ചു. അപ്പം ഞാൻ ഓഫീസ് ബോയ് ആയിട്ട് ജെട്ടി ഓഫീസിൽ ഷിപ്പിങ്ങിൻ്റെ അതിൽ കാഫി ഉണ്ടാക്കുന്നു. പിന്നെ ടഗിനൊക്കെ വാട്ടറും ഡീസലൊക്കെ കൊടുക്കാൻ ഒരു ടാങ്കർ എടുക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിനെന്നെ ഞാൻ ഡ്രൈവറാക്കുന്നുണ്ട്. ഞാൻ പറയും, സാറേ എനിക്കതിനെപ്പറ്റിയുള്ള ഒരു അറിവ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹം എൻ്റെ ഓമനപുത്രനായിട്ടാണ് പിന്നെ ഞാൻ നിൽക്കുന്നത്. എന്നെ ഈ ടാങ്കർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ അത് പിന്നെ ഡ്രൈവറായി. ശമ്പളം കിട്ടുന്നത് ഓഫീസ് ബോയിൻ്റെ. കുറച്ച് കാലം കഴിയപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സാറേ ശമ്പളം എപ്പോഴും ഓഫീസ് ബോയിൻ്റെ ആണല്ലോ, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊക്കെ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ മറന്നുപോയത്, ഇനി ഓർമ്മാക്കണ്ടേ. അങ്ങനെ എനിക്ക് ശമ്പളം കൂടി. എൻ്റെ ഒരു സുഹൃത്ത് സുൽത്താൻ അലി അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളും നാസർ എന്ന് പറയുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഇറാനിയാണ്, പക്ഷേ നാഷണൽ പാസ്പോർട്ടാണ്. അങ്ങനെ സംസാരിച്ച് പിടിച്ചപ്പോൾ ഫുഡ് സ്റ്റഫാണ് എൻ്റെ പ്രധാന ഇതുള്ളത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, ഒരു സൂപ്പർ മാർക്കറ്റ് സുപ്രഭാതത്തിൽ വലുത് തുടങ്ങുക എന്നുള്ളത് ഒരു ബിൽഡിംഗ് ഹയർ ചെയ്ത് ദുഹ മാർക്കറ്റിൽ.
അതിൻ്റെ പേര് സുൽത്താൻ അലി അബ്ദുള്ള എന്ന്. ഒരു പക്ഷേ ഇവിടെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം എന്നെ പാർട്ട്ണർഷിപ്പിൽ ചേർത്തു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ക്യാപിറ്റലായിട്ട് ഒന്നും ഇടാനില്ല, പക്ഷേ ഇല്ലാത്ത ഞാൻ അതിൽ ചേരില്ല. അവസാനം ഞാൻ എന്തെങ്കിലും നാമകരനായിട്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ അതും വേണ്ടാന്ന് പറഞ്ഞു. 5000 റിയാൽ. അങ്ങനെ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയാണ്. 3 ആളുടെ പാർട്ട്ണർഷിപ്പിലായിട്ട് എന്നെ അതിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തു. ഞങ്ങളൊരു ബിൽഡിംഗ് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ പേര് സുൽത്താൻ അലി അബ്ദുള്ള. അങ്ങനെ ഞങ്ങൾ കുറച്ച് ട്രെയിലർ എന്ന് പറഞ്ഞാൽ അമേരിക്കന്ന് കുറച്ച് ഓപ്പൺ ഫ്രീസർ ഉണ്ട്, അത് കൊണ്ടുവന്നു. കട്ടിങ് നല്ല സെറ്റപ്പായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലായിട്ട് ബിൽഡിംഗ് കംപ്ലീറ്റ് ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുകയാണ്. അതിൽ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 വർഷം പോലെ ഞാൻ അവിടെ ജോലിക്ക് ചെയ്ത പെട്ടെന്ന് എൻ്റെ നാട്ടിൽ നിന്നൊരു കോള് വന്ന് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് വന്ന അന്ന് തൊട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മ നേഴ്സിംഗ് ഹോമിൽ മരിച്ചു. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ 14 ഡേയ്സിന് 14 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ 2 വർഷമായല്ലോ, അതൊരു ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു സമ്പ്രദായമാണ്. എനിക്ക് തന്നെ തോന്നി ഇപ്പോഴത്തെ എന്താ വിഷയം. അങ്ങനെ ഞാനൊരു ചാർട്ടർ അക്കൗണ്ടൻറ്റിനെ വിളിച്ചു, ഈ പാർട്ട്നേഴ്സിന് 2 ആളെയും വിളിച്ചു. അവരോട് പറഞ്ഞ് ഇങ്ങനെ ഓഡിറ്റിംഗ് നടത്തുകയാണ്, ഞാൻ ബോർഡ് വെക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ, ക്ലോസ് ആണ്, മാക്സിമം 2 ദിവസമാണ് വേണ്ടത്, 1 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ സ്റ്റോർ പിന്നെ എടുത്താൽ മതിയല്ലോ എന്ന്. അങ്ങനെ ഓക്കെ ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. അവരൊന്നും വന്നില്ല. അങ്ങനെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 90,000 റിയാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. 2 വർഷം ജോലി ചെയ്തതിൽ എല്ലാ ചിലവും കഴിച്ചിട്ട്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ണർ എൻ്റെ സുഹൃത്തും കൂടിയാണ്. അയാൾ വലിയ പൈസക്കാരനാണ്, പക്ഷേ വളരെ ഇറാനിയാണ്. ഞങ്ങൾ ഇറാനിലാണ് സംസാരിക്കുക. ഇറാനി എനിക്ക് കുറച്ചൊക്കെ അറിയാം ലോക്കലായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ഹാജിനെ വിളിക്കും. ഹാജി, ഞാൻ അയാളോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, ഹാജി ആ കണക്ക് ശരിയല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന വിശ്വാസമില്ലായോ, അതല്ല കണക്ക് ശരിയില്ലായോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങളെ വിശ്വാസമില്ലായില്ല, കണക്കപ്പിള്ള തെറ്റാന്ന് പറഞ്ഞു. അവസാനം അയാളെ കമ്പനിയിലുള്ള ഒരു ക്ലർക്കിനെ കൊണ്ട്, അക്കൗണ്ടൻ്റായിട്ടുള്ള ഒരു ക്ലർക്കിന് ഈജിപ്ഷ്യനെ കൊണ്ട് കണക്ക് വീണ്ടും ചെയ്തപ്പോൾ 2 ലക്ഷം ലാഭം കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്തോ കുതന്ത്രമുണ്ട്. അത് കാരണം എന്തിനപ്പോൾ വിശാലമായ ആ ചിന്ത. ഞാൻ അവനോട് പറഞ്ഞു, പ്ലീസ് നാസർ, എന്നെ പാർട്ട്ണർഷിപ്പിന് ഒഴിവാക്കുക, എനിക്ക് നിങ്ങളിൽ നിന്ന് യാതൊന്നും വേണ്ട, ഈ ഉള്ള സ്നേഹം എന്നും ഉണ്ടായാൽ മതി. ഗൾഫ് ജീവിതം മലയാളിക്ക് എന്താണ് സമ്മാനിച്ചതെന്ന് ഹാജിയോട് ചോദിച്ചാൽ തന്റെ 3 പതിറ്റാണ്ട് കാലത്തെ അനുഭവങ്ങളുടെ കൈക്കരുത്തുമായി വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിന് പറയാനുണ്ട്. പ്രവാസികളായ ധാരാളം ആൾക്കാർ ഗൾഫിൽ പോയത് അതായത് എൻ്റെ കാലഘട്ടത്തിൽ ധാരാളം വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ്. അവർ ബീഡി തൊഴിലാളികളും ഹോട്ടൽ തൊഴിലാളികളും കൃഷിക്കാരായിട്ടും അങ്ങനെ 10 സെൻറ്റും വിറ്റ് പോയ കൂട്ടരാണ്. അവരവിടെ പോയി അധ്വാനിച്ച് ഈ നാട്ടിൻ്റെ എല്ലാ വീട്ടുകാർക്കും ബന്ധക്കാർക്കും വളരെയധികം ഉപകാരം ചെയ്ത് ഈ നാട്ടിനെ വളർത്തിയെടുത്ത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ പ്രവാസികൾ, പ്രത്യേകിച്ച് മലപ്പുറം ഡിസ്ട്രിക്റ്റുകൾ, അതില്ലെങ്കിൽ ഇന്ന് കാണുന്ന ക്ഷേത്രം, അമ്പലം, മദ്രസ, ബിൽഡിങ് ഇങ്ങനെയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഇവരെ ഗൈഡൻസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഗൈഡൻസ് ചെയ്യുന്നത് അവരവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ ചൂഷണം ചെയ്യുകയായിരുന്നു. കാരണം പള്ളി കമ്മിറ്റിക്കാരും അമ്പല കമ്മിറ്റിക്കാരും ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പായിട്ടും മാഞ്ചി അങ്ങനെയുള്ള പല ഇതിലായിട്ട് പറ്റിക്കലായിട്ടുള്ളത്. അങ്ങനെ 80% പ്രവാസികൾ കഷ്ടപ്പാടിൽ തന്നെയാണ്